ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് കേക്ക് വ്ളോഗുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം വീഡിയോ എടുക്കേണ്ടെന്ന് കരുതിയതാണ്. രാത്രിയിലാണ് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു വെഡ്ഡിങ് കേക്കാണ് കേട്ടോ, 3 kg വെഡ്ഡിങ് കേക്കാണ്. അപ്പോൾ ഞാൻ അതിൽ യൂസ് ചെയ്തിട്ടുള്ള കളർ, ആ ഒരു ക്രീമിൽ യൂസ് ചെയ്തിട്ടുള്ള കളറാണത്. ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് 9 ഇഞ്ചിൻ്റെ പാനിലും അതുപോലെ തന്നെ 6 ഇഞ്ചിൻ്റെ പാനിലുമാണ് കേട്ടോ. അപ്പോൾ പിറ്റത്തെ ദിവസത്തിന് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കും കൂടി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതും കൂടെ ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. നല്ല രാത്രി ആയിട്ടുണ്ട്, 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ ബാക്കി ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ പിറ്റേ ദിവസം സൺഡേ കാലത്ത് ഞാനിതാ ഫസ്റ്റ് തന്നെ കേക്കിൻ്റെ ഐറ്റംസ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഇനി നമ്മൾ നേരെ ബേക്കിംഗ് റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഇവിടെ ഞാൻ കേക്ക് ഇതുപോലെ എടുത്ത് വെക്കുന്നത്, നമ്മൾ ഓവന് ചൂടാറിയതിന് ശേഷം അതിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാറാണ്. എന്നിട്ട് ഇത് ഞാൻ ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇത് 7 ഇഞ്ചിൻ്റെ പാനിൽ ചെയ്തെടുത്തിട്ടുള്ള 1 kg കേക്കാണ് കേട്ടോ. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ചെയ്തെടുത്തുകൊണ്ട് തന്നെ കുറച്ച് ഹൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 4 ലെയറായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഫില്ലിങ്ങും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ റിലാക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഞാൻ തലേ ദിവസം തന്നെ ക്രീം കോട്ടെങ്കിലും ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. കാരണം പിറ്റന്നാൾ സ്കൂളുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ നടക്കില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കേക്ക് ഓർഡർ എടുക്കാനും പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടുപോകും. അതുപോലെ തന്നെ കറണ്ട് ഇപ്പോൾ ഭയങ്കര ഒരു ഇഷ്യൂ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് ബ്ലാക്ക് കളറാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലാക്ക് കളർ നമുക്ക് നല്ല ഡാർക്ക് ബ്ലാക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എയർ ബ്രഷ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാനിത് ആദ്യം ക്രം കോട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് ശേഷം ഞാൻ പിന്നെ ബ്ലാക്ക് ചെറിയൊരു കോട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ സെറ്റാക്കാൻ പോവാം. അപ്പോൾ തലേ ദിവസം രാത്രിയാണല്ലോ നമ്മൾ ഇവിടുന്ന് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് കരുതിയിട്ടാണ്. മറ്റേത് നമ്മൾക്ക് കസ്റ്റമറൊക്കെ കേക്ക് വാങ്ങാൻ വരുമ്പോൾ ആകെ ഡേർട്ടി ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് റൂമിൽ വെച്ച് ചെയ്യണോണ്ട് തന്നെ നമുക്ക് രണ്ടും കൂടി മിക്സായി വരണില്ല, നമ്മളെ കുക്കിങ്ങും ഇതും കൂടി മിക്സായി വരണില്ല. ഞാൻ ഇവിടെ വേഗം തീർത്തതിന് ശേഷം കിച്ചണിലോട്ട് പോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ വേഗം ക്ലീൻ ചെയ്യാനും ഒക്കെ ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടുത്തെ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെഡ്ഡിങ് കേക്കുകൾക്ക് കുറച്ച് ഫോണ്ടൻറ്റ് വർക്കുകൾ, ചെറിയ കുഞ്ഞു വർക്കുകളൊക്കെ ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ അത് ചെയ്യാനായിട്ട് പോവാം കേട്ടോ. അപ്പം എന്നും ചെയ്യുന്നത് പോലെ തന്നെ വൈറ്റ് ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിലേക്ക് CMCയും കോൺഫ്ലവറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഫോണ്ടൻറ്റ്. പിന്നെ ഇത് ഡ്രൈ ആയി കിട്ടാനായിട്ട്, കാരണം ഇത് എനിക്ക് ഒരു മണിക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട് ഞാനിതിൽ സൂത്രം ചെയ്യുന്നുണ്ട്. മുന്നേ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കാറുള്ളതാണിത്. ഇത് സിമ്പിൾ ഒരു കുഞ്ഞു വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കാലത്ത് ചെയ്യാമെന്ന് കരുതിയതായിരുന്നു. ഇപ്പോൾ ഞാൻ ഫോണ്ടൻറ്റിലേക്ക് ബസൂക്ക പിങ്ക് കളറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ഓർഡർ വരുന്ന ഫോണ്ടൻറ്റ് കേക്കൊക്കെ ഓർഡർ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ആ ഫോണ്ടൻറ്റ് വർക്ക് ഒന്ന് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഈ ഒരു സൂത്രം ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ കുറേ പേര് ഇത് വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയ ടൈമിലും ഒരു പിന്നെ ബേക്കറി എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഇവിടെ കറണ്ട് ഇല്ല, അത് കാരണം ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വർക്ക് ഞാൻ മുന്നേയും കാണിച്ചതാണ്. നമ്മൾ റോസ് ഫ്ലവർ ഈ ഒരു ഫോണ്ടൻറ്റ് മോൾഡിൽ വെച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എടുത്തതിന് ശേഷം പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് തിരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെക്കുന്നത് വെയിലത്താണ് കേട്ടോ. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെയിൽ ഒളിച്ചാൽ മതി, നമ്മൾ ഈ ഒരു ഫോണ്ടൻറ്റ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് വെയിലത്ത് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതേ സമയം നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വീണ്ടും നമ്മളെ കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഫൈനൽ കോട്ട് മാജിക് കളേഴ്സിൻ്റെ തന്നെ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഗ്രേ കളറാണ് കിട്ടുകയുള്ളൂ നമുക്ക്. ഇനി നമുക്കിതിൽ ഒരു മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലാക്ക് കളറും കൂടി ചേർത്തിട്ട് എയർ ബ്രഷ് ചെയ്യാം. അതുപോലെ നമുക്ക് ക്രീമെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കേട്ടോ എയർ ബ്രഷ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു എയർ ചെയ്യുന്ന ടൈമിൽ കേക്കിലേക്ക് ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് കേക്കിലേക്ക് ക്രീം പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഇത് ഞാൻ വീണ്ടും ഫ്രിഡ്ജിലോട്ട് മാറ്റിയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് കൊടുക്കാനുള്ളത് നമുക്ക് വെഡ്ഡിങ് കേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് വെയിലത്ത് വെച്ചിട്ടുള്ള ഫോണ്ടൻറ്റിനെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇത് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഉറുമ്പ് വരാതെ നോക്കണം കേട്ടോ, കാരണം ഉറുമ്പ് വരുന്ന സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് വരും. മധുരമുള്ളതാണല്ലോ നമ്മളെ ഫോണ്ടൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒത്തിരി സമയം നിങ്ങൾ വെയിലത്ത് വെക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ ഒരു ടോൾ ബോക്സിലാണ് ഞാൻ വെഡ്ഡിങ് കേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നത്. കുറേ പേര് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ 2 നോർമൽ ബോക്സ് എടുത്തിട്ട് നമ്മളെ വീട് പോലെ ആക്കുന്ന ആ ഒരു രീതി ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലും ജസ്റ്റ് ഇൻസുലേഷൻ ടാപ്പ് എന്തെങ്കിലും ഒട്ടിച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. കാരണം അഥവാ കേക്ക് അങ്ങനെ വെച്ചിട്ട് എടുക്കുന്ന ടൈമിൽ നമ്മളെ കയ്യിൽ നിന്ന് ബോക്സ് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേക്ക് താഴേക്ക് വീഴും. അപ്പോൾ ഒരു സേഫ്റ്റിക്ക് അതിൻ്റെ ആവശ്യമില്ല എങ്കിൽ കൂടി ഞാൻ അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ.
ഇനി കേക്കിൻ്റെ മുകളിലത്തെ ടയറിലേക്ക് ഞാൻ ഇതുപോലെ വലിയ പേൾസും വൈറ്റ് ചെറിയ പേൾസും കൂടി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ. ആദ്യം വൈറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുക, എന്നിട്ട് ചെറുത് നമുക്ക് അവിടെ ഇവിടെ ആയിട്ട് ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ കേക്ക് സ്റ്റാക്ക് ചെയ്ത് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പം താഴത്തെ കേക്കുമ്പോൾ നമ്മൾ 3 സ്ക്യൂർ സേഫ്റ്റിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിലെ കേക്ക് നമ്മൾ ആദ്യം ഒന്ന് പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കണം. അതിന് ശേഷം വേണം കേക്കിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാനായിട്ട്. വെച്ചിട്ട് തിരിച്ചെടുക്കുന്ന ടൈമിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ക്രീം പോകണമെന്നുണ്ടെങ്കിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ഇവിടുന്ന് ഞാൻ പാലറ്റ് നൈഫ് വലിക്കുമ്പോൾ താഴ്ന്ന് കുറച്ച് ക്രീം ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഞാൻ ഫ്ലവർ വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു ലൈറ്റ് പീച്ച് കളർ കിട്ടിയിട്ടുള്ളത് മാജിക് റെഡ് കളറും അതുപോലെ തന്നെ മാജിക്കിൻ്റെ തന്നെ യെല്ലോ കളറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വളരെ കുറച്ച് നമ്മൾ എത്രത്തോളം ക്രീം എടുക്കണോ അതിലേക്ക് ഒരു ഡ്രോപ്സ് ഫുള്ള് വേണ്ടി വരില്ല, ചിലപ്പം യെല്ലോ ഒന്നോ. അപ്പോൾ നിങ്ങളൊന്ന് ആദ്യം ജസ്റ്റ് ഒന്ന് ക്രീം എടുത്ത് നോക്കി മിക്സ് ആക്കിയതിന് ശേഷം ബാക്കി ക്രീമിലേക്ക് യോജിപ്പിച്ചാൽ മതി. ചെയ്ത് വന്നപ്പം ഈ ഒരു വർക്ക് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. ഓരോ കേക്കും ഓരോ വെഡ്ഡിങ് കേക്കും ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഞാൻ വിചാരിക്കും ആ ഒരു കേക്കാണ് നല്ല ഭംഗിയായി വന്നതെന്ന്. പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ വേറൊരു കേക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. അപ്പോൾ ഈ ഒരു കേക്കിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ലൈറ്റ് കളറിലൊക്കെ ഇത് ചെയ്തെടുത്തപ്പം. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തിട്ടുള്ള കളേഴ്സാണ് കേട്ടോ. ചിലപ്പോൾ നമുക്ക് കസ്റ്റമർ തന്നെ പറയും റെഡ് കേക്ക് വൈറ്റ് കേക്ക് എന്നൊക്കെ. അപ്പോൾ ഇത് ഞാൻ അവർ പ്രത്യേകിച്ച് കളറൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനായിട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ കണ്ടോ നമ്മൾ ഫോണ്ടൻറ്റ് ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പാക്കിങ്ങും ഫോട്ടോ എടുക്കലും റീൽസ് എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു കേക്കിനെ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പുറത്തെടുത്തപ്പോൾ ഇതാണ് അവസ്ഥ. ഒന്നുമല്ല, എൻ്റെ വിരൽ ഒന്ന് ജസ്റ്റ് കേക്കിൻ്റെ ഉള്ളിലേക്ക് ടച്ച് ആയതാണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ കേക്ക് എടുക്കുമ്പോൾ വിരലൊന്ന് അതിൻ്റെ ഉള്ളിലേക്ക് പ്രസ്സായി പോയതാണ്. അപ്പോൾ അത് കേക്കിൻ്റെ ബാക്ക് സൈഡിലാണ് കേട്ടോ ഭാഗ്യത്തിന് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്രീം ഇത് ചെയ്തത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വീണ്ടും അതിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ചെറിയൊരു പാലറ്റ് നൈഫ് എടുത്തിട്ട് പാലറ്റ് നൈഫിൽ ഇത്തിരി വെള്ളം ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നാൽ കൂടി നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്തെടുത്ത് അത്ര കണ്ട് ഫിനിഷ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കേക്കെല്ലാം ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു ബാക്കി ക്രീം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കളയരുത്. അതൊന്ന് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വരും നമുക്ക് ലാസ്റ്റ് എത്തുന്ന ടൈമിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതുപോലെ ആവശ്യം വരും. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ക്രീം ബീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും കേട്ടോ. ഇനി മാജിക് കളേഴ്സിൻ്റെ ബ്ലാക്ക് കളർ എടുത്തിട്ട് നമ്മൾ എയർ ബ്രഷിൻ്റെ ഇതിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവാപ്രെക്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഒരു ലിക്വിഡ് ഫോമിൽ എത്തുന്ന രീതിയിൽ ജെൽ കളറും ഇതും കൂടെ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ എയർ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റമർ ബ്ലാക്ക് ഫോട്ടോ ആണ് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നല്ല പ്യുവർ ബ്ലാക്ക് ആയിട്ടായിരുന്നു. പക്ഷേ എന്നാലും അവർക്ക് അത്രയ്ക്കൊന്നും ബ്ലാക്ക് ആവണമെന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്നും ഞാൻ അധികം ബ്ലാക്ക് കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ കാണുന്ന ഭാഗത്തും മുകളിലായിട്ടാണ് ബ്ലാക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ ഇതുപോലത്തെ സ്റ്റാറും ബോൾസും കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡിൽ കാണുന്ന ഒരു പിക്ചറാണ് നമുക്ക് കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഫോണ്ടനിലെ പേരും അതുപോലെ ഒരു ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കേക്കും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിതിൽ ഏത് കേക്കാണ് ഇഷ്ടപ്പെട്ട് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ കേക്കിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് കേക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് വന്നിട്ട് വീഡിയോ കാണാനായിട്ട്. പുതുതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോഴാണ് ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നതായിരിക്കും. ബൈ ബൈ.